ഇപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നു. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ ഒരു ദൈവത്തെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കാത്തത് എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കുമോ? ഇത്തരമൊരു ചോദ്യം നേരിടേണ്ടി വരിക എന്നത് ഒരിക്കലും എൻ്റെ സങ്കല്പങ്ങളിൽ പോലും ഉള്ള കാര്യമായിരുന്നില്ല. എൻ്റെ ദൈവനിഷേധത്തെ അഹങ്കാരത്തിന്റെ പരകോടിയായി ചില സുഹൃത്തുക്കൾ, അവരെ അങ്ങനെ കരുതാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ചില സുഹൃത്തുക്കൾ നോക്കി കാണും എന്ന് അവരുമായുള്ള വളരെ ചുരുങ്ങിയ ചില സംഭാഷണങ്ങളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതൊരു ഗുരുതരമായ പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മാനുഷികമായ എല്ലാ സ്വഭാവ വിശേഷങ്ങളും എനിക്ക് ബാധകമാണ്. മനുഷ്യരാരും തന്നെ ഇത്തരം വികാരങ്ങളിൽ നിന്ന് മുക്തരല്ല, ആവാൻ സാധിക്കുകയുമില്ല. അഹങ്കാരം എൻ്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗവും ദൗർബല്യവുമായി ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ സഹാക്കൾ പലപ്പോഴും എന്നിലെ ഏകാധിപത്യ പ്രവണത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തായ ശ്രീ DK ദത്ത് തന്നെ പലപ്പോഴും ഇത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി ഞാൻ പല സമയങ്ങളിലും എൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് ചില സഹാക്കൾ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇവയൊന്നും തന്നെ ഞാൻ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ എന്നിലെ അഹങ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. മറ്റുള്ളവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആശയങ്ങളിൽ എനിക്ക് അഹങ്കാരമുണ്ട്. എന്നാൽ അതൊരിക്കലും വ്യക്തിപരമല്ല. ഒരുപക്ഷെ ഇവിടെ അഹങ്കാരം എന്നതിലും യോജിക്കുക അഭിമാനം എന്ന വാക്കായിരിക്കും. ഒരു വ്യക്തിയിൽ അനാവശ്യമായി അഭിമാനം അധികരിക്കുമ്പോൾ അല്ലേ നമ്മൾ അതിനെ അഹങ്കാരം എന്ന് വിളിക്കുക? അതുപോലെയുള്ള ഒരു അനാവശ്യ അഭിമാന ബോധമാണോ അതോ സൂക്ഷ്മമായ വീണ്ടും വിചാരമാണോ എന്നെ ഒരു ദൈവ നിഷേധിയാക്കിയത് എന്നതാണ് ഞാൻ ഈ കുറിപ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഭിമാനബോധവും അഹങ്കാരവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് എന്ന് ആദ്യം തന്നെ ഇവിടെ വ്യക്തമാക്കിക്കൊള്ളട്ടെ. അഹങ്കാരം ഒരു മനുഷ്യനെ എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വിഷയത്തിൽ അർഹതയില്ലാത്ത അംഗീകാരങ്ങൾ നേടിയ ഒരാൾ ദുരഭിമാനം കാരണം അതേ വിഷയത്തിലുള്ള മറ്റൊരുവന്റെ യഥാർത്ഥ മഹത്വം അംഗീകരിക്കാൻ ചിലപ്പോൾ തയ്യാറായില്ല എന്ന് വരാം. എന്നാൽ വിശ്വാസിയായ ഒരുവൻ എങ്ങനെയാണ് അഭിമാനം വർദ്ധിച്ച് അവിശ്വാസിയാകുന്നത്? രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ ദൈവത്തിന് ഒരു എതിരാളിയായി സ്വയം ഉയർന്നു എന്ന തോന്നലുണ്ടാവണം, അല്ലെങ്കിൽ അയാൾ സ്വയം ദൈവമായി സങ്കല്പിക്കണം. രണ്ടു സാഹചര്യത്തിലും അയാൾ നിരീശ്വരവാദിയാവുന്നില്ല. ആദ്യത്തെ സാഹചര്യത്തിൽ അയാൾ സ്വന്തം എതിരാളിയുടെ അസ്തിത്വം നിഷേധിക്കുന്നില്ല. രണ്ടാമത്തെ സാഹചര്യത്തിലാകട്ടെ അയാൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്നും പ്രപഞ്ചത്തെ ബോധപൂർവം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ആ സർവശക്തൻ അയാൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നതിന് ഇവിടെ പ്രാധാന്യമില്ല. കാരണം ദൈവത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുക വഴി അയാൾ നിരീശ്വരവാദി അല്ലാതായി തീർന്നിരിക്കുന്നു. എന്നാൽ ഞാനാകട്ടെ ഈ പറഞ്ഞ രണ്ട് കൂട്ടത്തിലും വിടുന്നില്ല. ഞാൻ സർവശക്തനായ ഒരു ദൈവത്തിന്റെ അസ്തിത്വം തന്നെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് എന്ന് വഴിയെ വിശദീകരിക്കാം. ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ എന്നെ നിരീശ്വരവാദിയാക്കിയത് എന്നിലെ അഹങ്കാരമല്ല എന്നതാണ്. ഞാൻ ദൈവത്തിന് ഒരു എതിരാളിയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമോ അല്ല. അഹങ്കാരം കാരണം അവിശ്വാസിയാകാവുന്ന രണ്ടു സാഹചര്യങ്ങളും അങ്ങനെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ചില സുഹൃത്തുക്കളുടെ വാദം അംഗീകരിച്ചാൽ ഡൽഹി ബോംബ് കേസിന്റെയും ലാഹോർ ഗൂഢാലോചന കേസിന്റെയും വിചാരണകൾക്കിടയിൽ കൈവന്ന അനർഹമായ ജനപ്രീതിയാണ് എന്നെ അഹങ്കാരിയും ദൈവനിഷേധിയുമാക്കി മാറ്റിയത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്റെ നിരീശ്വരവാദം ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ട ഒന്നല്ല. ഞാൻ ഒരു സാധാരണ ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് തന്നെ ദൈവവിശ്വാസം ഉപേക്ഷിച്ച ആളാണ്. ഒരു സാധാരണ സർവകലാശാല വിദ്യാർത്ഥിക്ക് ദൈവനിഷേധിയാവാനും മാത്രം അഹങ്കാരം എങ്ങനെ ഉണ്ടാവാനാണ്? ചില അധ്യാപകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നെങ്കിലും പലർക്കും അപ്രിയനുമായിരുന്ന ഞാൻ ഒരു മിടുക്കനായ വിദ്യാർത്ഥി പോലും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരമോ ദുരഭിമാനമോ തോന്നേണ്ട യാതൊരു സാഹചര്യങ്ങളും അന്ന് നിലവിലില്ല. സ്വന്തം ഭാവിയെപ്പറ്റി അത്ര ശുഭകരമായ പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അന്തർമുഖനായ വിദ്യാർത്ഥിയായിരുന്നു അന്ന് ഞാൻ. എൻ്റെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ
ഞാൻ ഒരിക്കലും ഒരു നിരീശ്വരവാദി ആയിരുന്നില്ല. എന്നെ വളർത്തിയ എൻ്റെ മുത്തച്ഛൻ ഒരു യാഥാസ്ഥിതിക ആര്യ സമാജക്കാരൻ ആയിരുന്നു. ഒരു ആര്യ സമാജക്കാരൻ മറ്റെന്തൊക്കെയാണെങ്കിലും ഒരിക്കലും നിരീശ്വരവാദി ആവുകയില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ലാഹോറിലെ DAV സ്കൂളിലെ ബോർഡിംഗ് ഹൗസിലാണ് ഞാൻ ഒരു വർഷത്തോളം ചിലവഴിച്ചത്. അവിടെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകൾ കൂടാതെ ഗായത്രി മന്ത്രം ജപിക്കാനും ഞാൻ മണിക്കൂറുകൾ ചിലവഴിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഒരു യഥാർത്ഥ ഭക്തനായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ അച്ഛനൊപ്പം താമസിക്കാൻ ആരംഭിച്ചത്. അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ തികച്ചും സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ എന്നെ പഠിപ്പിച്ചത്. പക്ഷേ അദ്ദേഹവും ഒരു നിരീശ്വരവാദി ആയിരുന്നില്ല, മറിച്ച് ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു താൻ. ദൈനംദിന പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ നിർവഹിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളിലാണ് ഞാൻ വളർന്നത്. പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലത്താണ് ഞാൻ ഉപരിപഠനത്തിനായി നാഷണൽ കോളേജിൽ ചേരുന്നത്. അവിടെയാണ് ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കാനും മതത്തെയും ദൈവത്തെയും വിമർശിക്കാനും തുടങ്ങുന്നത്. അപ്പോഴും ഞാൻ ഒരു വിശ്വാസി ആയി തന്നെ തുടർന്നു. സിഖ് വിശ്വാസപ്രകാരം മുടിയും താടിയും നീട്ടി വളർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും അപ്പോഴേക്കും എനിക്ക് പുരാണങ്ങളിലും മറ്റു മതശാസനകളിലുമുള്ള വിശ്വാസം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഇതൊക്കെയാണെങ്കിലും ആ സമയത്തും ദൈവത്തിന്റെ അസ്തിത്വത്തിൽ എനിക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വിപ്ലവ പാർട്ടിയിൽ അംഗമായി. അവിടെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന നേതാവ് ദൈവ അസ്തിത്വത്തിൽ സംശയാലു ആയിരുന്നെങ്കിൽ കൂടെ അത് നിഷേധിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. എന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളെ അദ്ദേഹം നേരിട്ടത് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നായിരുന്നു. ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ വലിയ ധീരതയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ഇത് ഒരു തരത്തിൽ നിരീശ്വരവാദം തന്നെയാണ് താൻ. ഞാൻ പരിചയപ്പെട്ട രണ്ടാമത്തെ നേതാവാകട്ടെ ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യം ഉള്ളതായി തോന്നുന്നില്ല. കറാച്ചി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നാട് കടത്തപ്പെട്ട സഖാവ് സജീന്ദ്രനാഥ സാന്യാൽ ആയിരുന്നു അത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വർദ്ധി ജീവൻ എന്ന പുസ്തകത്തിന്റെ ആദ്യ പേജിൽ തന്നെ ദൈവസ്തുതികൾ നമുക്ക് കാണാം. പ്രസ്തുത പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ അവസാന പേജിൽ നിർലോഭം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദൈവസ്തുതികൾ നോക്കിയാൽ വേദാന്ത ദർശനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പ്രോസിക്യൂഷൻ വാദമനുസരിച്ച് 1925 ജനുവരി 28 രാജ്യം മുഴുവൻ വിതരണം ചെയ്യപ്പെട്ട വിപ്ലവ ലഘുലേഖ അദ്ദേഹത്തിന്റെ ഭൗതിക സന്തതിയായിരുന്നു. രഹസ്യ പ്രവർത്തനത്തിൽ നേതാക്കന്മാർ സ്വന്തം കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കുകയും പിന്നീട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി മറ്റുള്ളവർ അത് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുക സാധാരണമാണ്. അതുതന്നെ ഇവിടെയും സംഭവിച്ചു. പ്രസ്തുത ലഘുലേഖയിൽ ഒരു മുഴുവൻ ഖണ്ഡിക സർവശക്തന്റെ ലീലാവിലാസങ്ങളെ പ്രകീർത്തിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ തികച്ചും ആധ്യാത്മികതയായിരുന്നു. വിപ്ലവ പ്രസ്ഥാനത്തിൽ പോലും നിരീശ്വരവാദം എന്ന ആശയം ശക്തമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രസിദ്ധരായ കഗോരി രക്തസാക്ഷികൾ 4 പേരും തങ്ങളുടെ അവസാന നാളുകൾ പ്രാർത്ഥനയിലും ആധ്യാത്മിക ചിന്തയിലുമാണ് ചിലവഴിച്ചത്. രാം പ്രസാദ് ബിസ്മിൽ ഒരു യാഥാസ്ഥിതിക ആര്യ സമാജക്കാരനായിരുന്നു. സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും അഗാധമായ അറിവുണ്ടായിരുന്നിട്ടും ഉപനിഷത്ത് മന്ത്രങ്ങൾ ഉൾക്കരിക്കാതിരിക്കാൻ രാജലാഹരിക്ക് ആവുമായിരുന്നില്ല. ആ കൂട്ടത്തിൽ പ്രാർത്ഥന ഒഴിവാക്കിയ ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മനുഷ്യന്റെ ബലഹീനതയുടെയോ അറിവില്ലായ്മയുടെയോ ബാക്കിപത്രമാണ് തത്വചിന്ത എന്നായിരുന്നു അയാളുടെ അഭിപ്രായം. ഇയാളെ പിന്നീട് നാട് കടത്തുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹവും ഒരിക്കലും ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ കാലങ്ങളിലൊക്കെ ഞാൻ ആദർശവാനും കാൽപ്പനികനുമായ ഒരു വിപ്ലവകാരിയായിരുന്നു. നിർദ്ദേശങ്ങൾ അനുസരിച്ചു മാത്രമായിരുന്നു ഞങ്ങൾക്ക് ശീലം. അതുകൊണ്ട് തന്നെ സംഘടനയുടെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. ഉത്സാഹികളായ സഖാക്കളും എന്തിന് നേതാക്കന്മാർ പോലും ഞങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. നാളെ ഒരു കാലത്ത് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ നിരർഥകത ഞങ്ങളെ വേട്ടയാടിയേക്കുമോ എന്ന ഭയം എന്നെ പിടികൂടി. എന്റെ വിപ്ലവ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിരുന്നു അവിടെ. ആഴത്തിലുള്ള പഠനം മാത്രമായിരുന്നു ഈ ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരം. എതിരാളികളുടെ വാദമുഖങ്ങളെ ഹന്തിക്കുവാൻ
സ്വന്തം ആശയങ്ങൾക്ക് വ്യക്തതയും അടിത്തറയും ഉണ്ടാവാൻ പഠിക്കുക. അങ്ങനെ ഞാൻ പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ പഴയ വിശ്വാസങ്ങളും നിശ്ചയങ്ങളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. സായുധ വിപ്ലവത്തോടുള്ള അടങ്ങാത്ത ആവേശം മാറി പകരം ആശയങ്ങളെ പ്രണയിക്കാൻ തുടങ്ങി. ആധ്യാത്മികതയും അന്ധവിശ്വാസങ്ങളും എല്ലാം ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു. ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞു. ബലപ്രയോഗം ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കപ്പെടേണ്ട ഒന്നാണെന്നും എല്ലാ ബഹുജന മുന്നേറ്റങ്ങളുടെയും അടിസ്ഥാനം അക്രമരാഹിത്യമായിരിക്കണമെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് പൊരുതുന്നത് എന്ന തിരിച്ചറിവായിരുന്നു. ആ സമയം സംഘടനയ്ക്ക് കാര്യമായ പൊതുപ്രവർത്തനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ലോകത്തുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ശാഖകളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള സമയവും അവസരവും ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ അരാജകവാദിയായ ബക്കുനിനെയും കമ്മ്യൂണിസ്റ്റുകാരനായ മാർക്സിനെയും ലെനിനെയും ട്രോട്സ്കിയെയും ഒക്കെ പഠിച്ചു. ഇവരൊക്കെ സ്വന്തം രാജ്യങ്ങളിൽ വിജയകരമായി വിപ്ലവം സൃഷ്ടിച്ചവരായിരുന്നു. അവരെല്ലാവരും നിരീശ്വരവാദികളുമായിരുന്നു. ബക്കുനിന്റെ ഗോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം ഈ വിഷയത്തിൽ കൗതുകകരമായ ഒരു പഠനമാണ്. അതിനുശേഷമാണ് ഞാൻ നിർലംബ സ്വാമിയുടെ കോമൺ സെൻസ് എന്ന പുസ്തകം പരിചയപ്പെടുന്നത്. അതൊരു തരം മായാവാദപരമായ നിരീശ്വരവാദമായിരുന്നു. അങ്ങനെ 1926 അവസാനത്തോടുകൂടി ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു നിയന്ത്രിച്ചു പരിപാലിക്കുന്ന ഒരു സർവശക്തനും സർവവ്യാപിയുമായ ഈശ്വര സങ്കല്പത്തിന്റെ പരിഹാസ്യത എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. എന്റെ അവിശ്വാസം പ്രകടിപ്പിക്കുവാനും മടി കാണിച്ചില്ല. എന്റെ സുഹൃത്തുക്കളുമായി ഈ വിഷയത്തിൽ ഞാൻ നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെട്ടു. ഞാൻ ഒരു സമ്പൂർണ്ണ നിരീശ്വരവാദിയായി മാറുകയായിരുന്നു. സമ്പൂർണ്ണ നിരീശ്വരവാദം എന്നതുകൊണ്ട് എന്താണ് ഞാൻ അർത്ഥമാക്കിയത് എന്ന് വ്യക്തമാക്കാം. 1927 മെയ് മാസം ലാഹോറിൽ വെച്ച് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ലാഹോറിലെ പൂന്തോട്ടം മുറിച്ചു കടക്കുകയായിരുന്ന എന്നെ പോലീസ് സംഘം വളഞ്ഞു. എത്ര ശാന്തനായിട്ടാണ് അപ്പോൾ പ്രതികരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇന്നും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് യാതൊരു വിധമായ വികാര വിക്ഷോഭങ്ങളും അനുഭവപ്പെട്ടില്ല. റെയിൽവേ പോലീസ് ലോക്കപ്പിലായിരുന്നു അടുത്ത ഒരു മാസക്കാലം എന്റെ വാസം. പല ദിവസത്തെ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ കഗോരി പാർട്ടിയുമായുള്ള എന്റെ അടുപ്പത്തെ പറ്റിയും എന്റെ വിപ്ലവ പ്രസ്ഥാനത്തിലെ മറ്റു പ്രവർത്തനങ്ങളെ പറ്റിയും അവർക്ക് കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് എന്നിൽ നിന്നും കുറ്റസമ്മത മൊഴി ശേഖരിക്കാനായി അവരുടെ ശ്രമം. കക്കോരി സംഭവത്തിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഞാൻ ലക്നൌവിൽ പോയത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയുമായി ആയിരുന്നു എന്നും അതിനായി വിചാരണ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ബോംബുകൾ ശേഖരിക്കുകയും പരീക്ഷണമെന്ന നിലയിൽ 1926 ദസ്റ ആഘോഷിക്കാൻ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ അത് പ്രയോഗിച്ചുവെന്നും അവർ കഥ മെനഞ്ഞു. ഭീഷണിക്ക് ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അനുനയത്തിന്റെ ശ്രമം തുടങ്ങി. വിപ്ലവ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്താൽ എന്നെ കേസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാം എന്നായിരുന്നു വാഗ്ദാനം. ഞാൻ അതെല്ലാം ചിരിച്ചു തള്ളി. ഞങ്ങളുടേത് പോലെയുള്ള ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് എങ്ങനെ സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബെറിയാൻ സാധിക്കും? ഒരു ദിവസം രാവിലെ അന്നത്തെ CIDയുടെ സീനിയർ സൂപ്രണ്ടായിരുന്ന മിസ്റ്റർ ന്യൂമാൻ എന്നെ കാണാൻ വന്നു. വളരെ സഹാനുഭൂതിയോടെ സംസാരിച്ചതിന് ശേഷം അയാൾ വ്യസന സമേതം അറിയിച്ചത് അവര് പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ കഗോരി സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ യുദ്ധം ചെയ്തതിനും ദസ്റ ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് ക്രൂരമായ കൊലപാതകത്തിനും എന്നെ വിചാരണ ചെയ്യുമെന്നായിരുന്നു. എന്റെ കുറ്റം തെളിയിക്കാനും തൂക്കിലിടാനും തക്കവണ്ണം തെളിവുകൾ അവരുടെ കൈവശം ഉണ്ട് എന്നും അയാൾ മുന്നറിയിപ്പ് തന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിലും പോലീസുകാർക്ക് വേണമെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കാൻ സാധിക്കുമായിരുന്നു. നല്ല ബുദ്ധി തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ സമയത്ത് എന്നെ നിർബന്ധിച്ചു. എന്നാൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളിൽ മാത്രമല്ല, ബുദ്ധിമുട്ടുകളുടെയും പീഡനങ്ങളുടെയും ഇടയിലും ആദർശങ്ങളെ മുറുകെ പിടിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. വളരെ വീണ്ടുവിചാരങ്ങൾക്കൊടുവിൽ ഇനി പ്രാർത്ഥനയിൽ അഭയം തേടാൻ സാധ്യമല്ല എന്ന ഒരു തീരുമാനം ഞാൻ കൈക്കൊണ്ടു. അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. എങ്കിലും ഞാൻ അവിടെ വിജയിക്കുക തന്നെ ചെയ്തു. ഒരിക്കൽ പോലും സ്വന്തം രക്ഷിക്കുവാനായി മറ്റെന്തെങ്കിലും ബലി കഴിക്കാൻ ഞാൻ ഒഴുക്കമായിരുന്നില്ല. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ശക്തനായ അവിശ്വാസിയായി തന്നെ തുടരുന്നു. ഈ പരീക്ഷണത്തെ അതിജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസം കഷ്ടതകളെ ലഘൂകരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അത്ഭുത ഔഷധമാണ്. ദൈവത്തിൽ
മനുഷ്യന് അളവില്ലാത്ത ആശ്രയവും ആശ്വാസവും കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ദൈവമില്ലാതെ ആവുന്നതോടെ മനുഷ്യൻ അവനവനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകൾക്കും ചക്രവാതങ്ങൾക്കുമിടയിൽ സ്വന്തം കാലുകൾ ഊന്നി നിവർന്നു നിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല. അത്തരം പരീക്ഷണ ഘട്ടങ്ങളിലാണ് അഹങ്കാരം മനുഷ്യനെ വിട്ടൊഴിയുന്നത്. പൊതുബോധത്തെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാൻ അപ്പോൾ അവർക്ക് ധൈര്യപ്പെടുകയില്ല. അതിന് ഒരുവൻ തയ്യാറാവുന്നുവെങ്കിൽ അതിനർത്ഥം അഹങ്കാരത്തിനും ഉപരിയായ മനഃശക്തി അവൻ ആർജിച്ചിരിക്കുന്നു എന്നാണ്. ഇന്നത്തെ സാഹചര്യവും ഇത് തന്നെയാണ്. വിധി പ്രസ്താവിക്കാൻ ഇനി അധികം ദിവസങ്ങളില്ല. വിധി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആർക്കും സംശയങ്ങളില്ല. ഞാനൊരു രക്തസാക്ഷിയാവാൻ പോകുന്നു എന്നറിയുന്നതിൽ എന്ത് ആശ്വാസമാണുള്ളത്? ഒരു വിശ്വാസിയായ ഹിന്ദുവിന് അടുത്ത ജന്മത്തിൽ താനൊരു രാജാവാകും എന്ന ചിന്തയിൽ ആശ്വാസം കണ്ടെത്താം. ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ സ്വർഗരാജ്യത്തിൽ ലഭിക്കാനിടയുള്ള സുഖാനുഭവങ്ങളെ ഓർത്ത് ആശ്വസിക്കാം. ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്റെ കഴുത്തിന് പിന്നിൽ കുരുക്ക് മുറുകയും കാൽച്ചുവട്ടിലെ പലകപ്പാളിൽ തെന്നി നീങ്ങുകയും ചെയ്യുന്നതോടെ എന്റെ കഥ അവസാനിക്കുന്നു. എന്നെ സംബന്ധിച്ച് പിന്നീടുള്ളത് തികഞ്ഞ ശൂന്യത മാത്രം. പോരാട്ടത്തിന്റെ ഒരു ഹ്രസ്വ ജീവിതവും മഹത്വമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മരണവുമാണ് എന്റെ പ്രതിഫലം. അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ ഞാൻ കഴുത്തു നേടേണ്ടിയിരിക്കുന്നു. അതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ പൂർണ്ണ മനസ്സോടെ ഞാൻ എൻ്റെ ജീവിതം സ്വാതന്ത്ര്യത്തിനായി ഒഴിഞ്ഞുവെച്ചു. കാരണം എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനാവുമായിരുന്നില്ല. ഇതേ മനോഭാവത്തോടെ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ മനുഷ്യരാശിയുടെ മോചനത്തിനായി സ്വയം സമർപ്പിക്കുന്ന ദിവസം സ്വാതന്ത്ര്യത്തിന്റെ യുഗത്തിന് തുടക്കമാവും. ഈ ലോകത്തിലോ മരിച്ചു ചെല്ലുന്ന മറ്റു ലോകങ്ങളിലോ ഇനി സ്വർഗരാജ്യത്തിൽ തന്നെയോ കിട്ടിയേക്കാവുന്ന പ്രതിഫലങ്ങൾക്ക് വേണ്ടിയല്ലാതെ അടിച്ചമർത്തുന്നവനെയും ചൂഷകനെയും സ്വേച്ഛാധിപതിയെയും വെല്ലുവിളിക്കാൻ, മനുഷ്യരാശിയുടെ ചുമലിൽ നിന്നും അടിമത്വത്തിന്റെ മുഖം എടുത്തു മാറ്റാൻ സ്വാതന്ത്ര്യവും സമാധാനവും പുലരുന്ന നല്ല നാളെയെ പ്രചോദനമാക്കിയ ജനക്കൂട്ടങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ശ്രേഷ്ഠമായ ലക്ഷ്യത്തിലുള്ള അഭിമാനബോധത്തെ അഹങ്കാരം എന്ന് വിളിക്കാൻ സാധിക്കുമോ? അത്തരം വെറുക്കപ്പെട്ട പ്രസ്താവനകൾ നടത്താൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? അങ്ങനെ പറയുന്നവൻ ഒന്നുകിൽ ഒരു വിഡ്ഢിയോ അല്ലെങ്കിൽ ഒരു വഞ്ചകനോ ആയിരിക്കണം. ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന്റെ ആഴമോ മഹത്വമോ മനസ്സിലാക്കുവാൻ തക്ക ഹൃദയ വിശാലത ഇല്ലാത്തതിൽ അവനോട് സഹതപിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അവന്റെ ഹൃദയം കരിങ്കല്ലിന് സമമാണ്. അവന്റെ കണ്ണുകളെ സ്വാർത്ഥ താല്പര്യങ്ങൾ മറച്ചിരിക്കുന്നു. സ്വാശ്രയത്വത്തെ അഹങ്കാരമായി വ്യാഖ്യാനിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഒരു പ്രമുഖ മതത്തെയോ മഹാനായ ഒരു നേതാവിനെയോ നിങ്ങൾ വിമർശിക്കുന്നു എന്നിരിക്കട്ടെ, പൊതുസമൂഹം നിശ്ചയമായും നിങ്ങളെ ഒരു അഹങ്കാരിയായി മുദ്രയിടിക്കും. ഇതൊരു തരം ബൗദ്ധികമായ സ്തംഭനമാണ്. സ്വതന്ത്ര ചിന്തയും വിമർശന ബുദ്ധിയുമാണ് ഒരു വിപ്ലവകാരിക്ക് ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാന ഗുണങ്ങൾ. മഹാത്മാഗാന്ധി ഒരു മഹത് വ്യക്തിത്വമായതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും പുരോഗമനപരമല്ല എന്ന് മാത്രമല്ല, അത് ഒരു പിന്തിരിപ്പൻ ചിന്താഗതി കൂടിയാണ്. അപ്പനപ്പൂപ്പന്മാർ ആരാധിച്ചിരുന്ന സർവശക്തനായ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി നിഷേധിയും വഞ്ചകനുമായി മുദ്രകുത്തപ്പെടുന്നെങ്കിൽ അവന്റെ വാദമുഖങ്ങൾ ഹന്തിക്കാനാവാത്ത വിധം ശക്തമാവുമ്പോൾ ദൈവകോപം വരുത്തിവെക്കാവുന്ന വിപത്തുകളുടെ ഭീഷണികൾക്ക് വഴങ്ങാൻ അവൻ കൂട്ടാക്കാത്തപ്പോൾ അവൻ അഹങ്കാരി എന്ന് ആക്ഷേപിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ. പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമായി കൈകാര്യം ചെയ്യപ്പെടുകയാണ് എന്നതിനാൽ ഈ കുറിപ്പ് അല്പം ദീർഘമാവുന്നതിൽ തെറ്റില്ല തന്നെ. എന്തായാലും അഹങ്കാരമല്ല എന്നെ ഒരു നിരീശ്വരവാദിയാക്കിയത് എന്ന് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വാദങ്ങൾ കൃത്യമായിരുന്നുവോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, വായനക്കാരാണ്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ദൈവവിശ്വാസം എന്റെ മാനസിക ഭാരം ലഘൂകരിക്കാൻ സഹായിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. മാത്രമല്ല, എന്റെ അവിശ്വാസം സാഹചര്യങ്ങളെ കൂടുതൽ കഠിനമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. തത്വചിന്ത ഒരുപക്ഷെ ഇതിനൊരു കാവ്യാത്മകത നൽകിയേക്കാം. എന്നാൽ എന്റെ വിധി അംഗീകരിക്കാൻ ഒരു ലഹരിയുടെയും സഹായം തേടാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നവനാണ്. എന്റെ ഉൾവിളികളെ യുക്തിചിന്ത ഉപയോഗിച്ച് മറികടക്കാനാണ് ഞാൻ എന്നും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. അതിൽ സമ്പൂർണ്ണ വിജയമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പരിശ്രമിക്കുക എന്നതാണല്ലോ മനുഷ്യന്റെ കടമ. ജയപരാജയങ്ങൾ സാഹചര്യങ്ങളും ഭാഗ്യവും അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉയരാവുന്ന ചോദ്യം അഹങ്കാരം അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നെ ദൈവനിഷേധിയാക്കിയത്? ഞാൻ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളെ നിരന്തരം യുക്തിപൂർവ്വം വിലയിരുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അവിടെ തെളിവുകളുടെ അഭാവത്തിൽ തത്വചിന്ത കടന്നു വരുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ തത്വചിന്ത മനുഷ്യന്റെ ബലഹീനതയുടെ ബാക്കിപത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ
പ്രകൃതിയിലെ പഹേലിക്കകളുടെ കാരണങ്ങൾ അന്വേഷിച്ച് തലപുകച്ചപ്പോൾ അവർക്ക് ലഭ്യമായിരുന്ന തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ വളരെ കുറച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം നിലയ്ക്ക് കാര്യകാരണങ്ങൾ അന്വേഷിച്ചു പോയി. ലോകത്തുള്ള പല മതവിശ്വാസങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യം ഇതിന് തെളിവാണ്. പൗരസ്ത്യ പാശ്ചാത്യ തത്വചിന്തകൾ തമ്മിൽ വലിയ അന്തരം ദൃശ്യമാണ്. പൗരസ്ത്യ മതങ്ങൾ തമ്മിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. മുസ്ലിം ഹിന്ദു ദർശനങ്ങൾ ഒരിക്കലും തമ്മിൽ ചേരാത്തവയാണ്. ബുദ്ധിസവും ജൈനിസവും ബ്രാഹ്മണ മതവുമായി ഒത്തുപോകില്ല. ബ്രാഹ്മണ മതത്തിൽ തന്നെ ഇന്ന് ആര്യ സമാജക്കാരും സനാതന ധർമ്മക്കാരും രണ്ട് തരത്തിലാണ്. പുരാതന കാലത്തെ ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു ചാർവാകൻ. വേദകാലത്തു തന്നെ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിക്കാൻ അദ്ദേഹം തയ്യാറായി. ഈ കൂട്ടരെല്ലാം തന്നെ വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ഉള്ളവരാണ്. തങ്ങളാണ് ശരി എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കുഴപ്പം. പരീക്ഷണ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ അജ്ഞതകളെ ദൂരീകരിക്കുന്നതിന് പകരം നമ്മൾ മടിയന്മാരാവുകയും വിശ്വാസങ്ങളിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അന്ധമായ വിശ്വാസ പ്രമാണങ്ങൾ മനുഷ്യ പുരോഗതിയെ സ്തംഭനാവസ്ഥയിൽ എത്തിക്കുമെന്നത് അവിതർക്കമാണ്. സമൂഹത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പഴകിയ വിശ്വാസ പ്രമാണങ്ങളെ വിമർശിക്കുവാനും പുനഃപരിശോധിക്കുവാനും തയ്യാറാവേണ്ടതുണ്ട്. പഴകി ദ്രവിച്ച വിശ്വാസങ്ങളുടെ വക്കും പൊടിയും അടക്കം അയാൾ യുക്തിചിന്തയ്ക്ക് വിധേയമാക്കണം. യുക്തിചിന്തയുടെ അപഗ്രഥനത്തിനു ശേഷവും ഒരു വിശ്വാസം നിലനിൽക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തീർച്ചയായും സ്വാഗതാർഹമാണ്. ഒരുപക്ഷെ പരിശോധിക്കപ്പെട്ട യുക്തിയിൽ തെറ്റുകളോ പാളിച്ചകളോ ഉണ്ടായിരുന്നു എന്ന് വരാമെങ്കിലും അയാൾ എപ്പോഴും തിരുത്തലുകൾക്ക് സന്നദ്ധനാണ്. കാരണം അയാളെ നയിക്കുന്നത് യുക്തിചിന്തയാണ്. എന്നാൽ അന്ധമായ വിശ്വാസം ഒരു അപായ സൂചനയാണ്. അത് മസ്തിഷ്കത്തെ മുരടിപ്പിക്കുകയും മനുഷ്യനെ പിന്തിരിപ്പനാക്കി തീർക്കുകയും ചെയ്യും. യാഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പുരാതനമായ എല്ലാ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. യുക്തിചിന്തയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാവാത്ത വിശ്വാസങ്ങളെല്ലാം തകർന്നടിയുക തന്നെ വേണം. ഇവിടെയാണ് വലിയൊരു അപകടം പതിയിരിക്കുന്നത്. തകർന്നടിഞ്ഞ വലിയ വിഗ്രഹങ്ങൾക്ക് പകരം മുഴുവൻ തന്റെ മനസ്സിൽ പുതിയ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചേക്കാം. ഈ ദിശയിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് തുറന്നു സമ്മതിച്ചു കൊള്ളട്ടെ. പൗരസ്ത്യ തത്വചിന്ത പഠിക്കണം എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നിർഭാഗ്യവശാൽ അവസരങ്ങൾ ഉണ്ടായില്ല. എന്നാൽ പുരാതന വിശ്വാസ പ്രമാണങ്ങളുടെ വിമർശനാത്മക പഠനങ്ങൾ വേണ്ടതിലധികം ഞാൻ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങൾ എന്നെ നയിച്ചത് ബോധപൂർവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തൻ എന്ന ആശയം വെറും വിഡ്ഢിത്തമാണ് എന്ന ബോധ്യത്തിലേക്കാണ്. ഞങ്ങൾ പ്രകൃതിയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ശരിയായ രീതിയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും നിയന്ത്രണവുമാണ് എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും ലക്ഷ്യമാക്കേണ്ടത്. അതിന് തീർച്ചയായും ബോധപൂർവമായ പ്രവർത്തനം ആവശ്യമാണ്. ദൈവവിശ്വാസികൾ ഇനി പറയുന്ന എന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ബാധ്യസ്ഥരാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് അയാൾ ഈ സൃഷ്ടികർമ്മം ചെയ്തത് എന്ന് നിങ്ങൾ എനിക്ക് ദയവ് ചെയ്തു പറഞ്ഞു തരണം. കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ ലോകം, ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്ത തൃഷ്ണകൾക്ക് പിന്നാലെ പായുന്ന ജനങ്ങൾ നിറഞ്ഞ ഈ ലോകം അയാൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ഇത് അയാളുടെ നിയമമാണ് എന്ന് മാത്രം പറയരുത്. കാരണം അയാൾക്ക് നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെങ്കിൽ പിന്നെ അയാൾ സർവശക്തനല്ല, മറിച്ച് നമ്മളെ പോലെ തന്നെ മറ്റൊരു അടിമയാണ്. ഇത് അയാളുടെ ലീലാവിലാസമാണ് എന്നും ദയവ് ചെയ്ത് പറയരുത്. കാരണം റോമ നഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയുടെ കഥ നമ്മൾക്കെല്ലാം അറിവുള്ളതാണ്. ഒരു നഗരമേ നീറോ ചക്രവർത്തി കത്തിച്ചുള്ളൂ. എന്നിട്ടും ചരിത്രത്തിൽ അയാൾ എത്രമാത്രം വെറുക്കപ്പെട്ടവനാണ് എന്ന് നമ്മൾക്ക് കാണാം. നൂറുകണക്കിന് നഗരങ്ങൾ ചുട്ടരിച്ച ചെങ്കിസ് ഖാന്റെ പേര് പോലും വെറുപ്പോടുകൂടി അല്ലാതെ ഉച്ചരിക്കപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ദിനം പ്രതി നിമിഷം പ്രതി എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്ന നിങ്ങളുടെ സർവശക്തനായ നീറോയെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഓരോ നിമിഷവും ചെങ്കിസ് ഖാനേക്കാൾ വലിയ പാതകങ്ങൾ ചെയ്തു കൂട്ടുന്ന ഇയാളെ നമ്മൾ എങ്ങനെ ആരാധിക്കും? നരകതുല്യമായ ഈ ലോകം എന്തിനു വേണ്ടി ഇയാൾ സൃഷ്ടിച്ചു എന്നാണ് എന്റെ ചോദ്യം. ചെയ്യാതിരിക്കാമായിരുന്നിട്ടും സർവശക്തൻ മനുഷ്യരെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ഇതിനെല്ലാം എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഹിന്ദുക്കൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഒരു അതിയുക്തി പ്രയോഗിച്ച് രക്ഷപ്പെടാറുണ്ട്. പക്ഷേ നിങ്ങൾ മുഹമ്മദീയർക്കും ക്രിസ്ത്യാനികൾക്കും എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? നിങ്ങൾ മുൻജന്മങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദുക്കളെ പോലെ ഈ ജന്മത്തിൽ നിഷ്കളങ്കർ അനുഭവിക്കുന്ന കഷ്ടതകൾ മുൻജന്മത്തിലെ പാപത്തിന്റെ പ്രതിഫലം എന്ന വാദം ഉയർത്താൻ സാധിക്കില്ല. 6 ദിവസം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തിയ നിങ്ങളുടെ ദൈവം എന്തിനാണ് ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും എല്ലാം നന്നായിരിക്കുന്നു എന്ന് ആത്മകഥനം ചെയ്തത്?
അയാളെ ഇപ്പോൾ ഒന്ന് വിളിക്കൂ, ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഇന്നത്തെ സ്ഥിതിഗതികളും മനസ്സിലാക്കി കൊടുക്കൂ, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയാൻ അയാളുടെ നാവ് പൊന്തുമോ? കൽത്തുറുങ്കുകളിലെ ഇരുട്ടറകളിൽ, ചെറ്റകളിൽ, ചേരികളിൽ പതിനായിരങ്ങൾ വിശന്നു മരിക്കുമ്പോൾ, കൊടിയ ചൂഷണങ്ങളിലൂടെ മുതലാളിത്ത രക്ഷസുകൾ തൊഴിലാളി വർഗത്തിന്റെ രക്തം ഊറ്റി കുടിക്കുമ്പോൾ, സാമാന്യ ബോധമുള്ള ഏതൊരുവരും ഭയചകിതനാകുന്ന വിധം മനുഷ്യ ഊർജം മലിനമാക്കപ്പെടുമ്പോൾ, ഉൽപാദനത്തിന്റെ മിച്ചം ഉൽപാദകരായ അടിസ്ഥാന വർഗത്തിന് വിതരണം ചെയ്യുന്നതിന് പകരം അവരുടെ അസ്ഥികളാൽ അടിത്തറ തീർത്ത രാജകൊട്ടാരങ്ങളും പ്രഭുമന്ദിരങ്ങളും മോടി പിടിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുമ്പോൾ, ഇതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് പറയാൻ സാധിക്കുമോ എല്ലാം നന്നായിരിക്കുന്നുവെന്ന്? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ നിശബ്ദരാണ് എങ്കിൽ ഞാൻ തുടരാം. ഹിന്ദുക്കളായ ജന്തുക്കളെ, ഈ ജന്മത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ പാപികളായിരുന്നു എന്നാണല്ലോ നിങ്ങളുടെ വാദം. അപ്പോൾ പിന്നെ ഇന്നത്തെ ചൂഷക വർഗം കഴിഞ്ഞ ജന്മങ്ങളിൽ മഹാന്മാരായിരുന്നിരിക്കണം. അതിന്റെ പ്രതിഫലമായിരിക്കണം ഈ ജന്മത്തിൽ അവർ ആസ്വദിക്കുന്ന അധികാരം. നിങ്ങളുടെ പിതാമഹന്മാർ എതിർപ്പുകളെ അടിച്ചമർത്താൻ തക്കവണ്ണം സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നതിൽ മിടുക്കരായിരുന്നുവെന്ന് അംഗീകരിക്കാതെ വയ്യ. പക്ഷേ വിശദമായ യുക്തിചിന്തയിൽ ഈ വാദങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നവയല്ല എന്ന് നമുക്ക് വഴിയെ കാണാം. തെറ്റ് ചെയ്ത ഒരുവന് ശിക്ഷ വിധിക്കുന്നത് അടിസ്ഥാനപരമായി 3 ലക്ഷ്യങ്ങളിൽ ഊന്നിയാണ്. പ്രതികാരം, പരിഷ്കരണം, പ്രതിരോധം എന്നിവയാണ് ആ 3 ലക്ഷ്യങ്ങൾ. ഇതിൽ തന്നെ പ്രതികാര സിദ്ധാന്തം ആധുനിക ചിന്തകന്മാർ എല്ലാം അവജ്ഞയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. പ്രതിരോധ സിദ്ധാന്തവും അത്ര സ്വീകാര്യമായ ഒന്നല്ല. മനുഷ്യ പുരോഗതിക്ക് സഹായകമായതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതും പരിഷ്കരണ സിദ്ധാന്തം മാത്രമാണ്. കുറ്റവാളിയെ യോഗ്യനായ സമാധാനപ്രിയനായ ഒരു പൗരനായി സമൂഹത്തിന് തിരിച്ചു നൽകുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷകൾ ഏതു തരത്തിലുള്ളവയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നിങ്ങൾ പറയുന്നു, പാപിയായ മനുഷ്യനെ ദൈവം പശുവായോ പൂച്ചയായോ മരമായോ രാക്ഷസനായോ ഒക്കെ ജനിക്കാൻ പറഞ്ഞു വിടുന്നു എന്ന്. ഇത്തരത്തിൽ 84 ലക്ഷം ശിക്ഷകൾ ഉണ്ടെന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ശിക്ഷകൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പരിഷ്കരിക്കുക? മുൻ ജന്മ പാപങ്ങൾ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു കഴുതയായിരുന്നു എന്ന് പറയുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ എനിക്ക് കേൾക്കണ്ട. ഞാൻ ഇന്ന് ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ പാപം ദാരിദ്ര്യമാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അതെ, ദാരിദ്ര്യം ഒരു ശിക്ഷയും പാപവുമാണ്. മനുഷ്യനെ തന്റെ തെറ്റുകൾ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരം ശിക്ഷകൾ നടപ്പിലാക്കുന്ന ഒരു കുറ്റാന്വേഷകനെയോ ന്യായാധിപനെയോ നിയമനിർമ്മാതാവിനെയോ നിങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? നിങ്ങളുടെ ദൈവം ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അയാൾക്കും ഇതൊക്കെ അനുഭവങ്ങളിലൂടെ പഠിക്കേണ്ടി വന്നിരിക്കും. നിരക്ഷകരായ തോട്ടികളുടെ ഗൃഹത്തിൽ ജനിക്കേണ്ടി വന്ന ഒരു കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദരിദ്രനായ കാരണം അവന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടും. മറ്റു ജാതിയിൽപ്പെട്ടവരെല്ലാം അവനെ അവജ്ഞയോടെ നോക്കും. അവന്റെ ദാരിദ്ര്യവും അറിവില്ലായ്മയും മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന അവജ്ഞയും അവനെ ഒരു കഠിനഹൃദയൻ ആക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ആരാണ് അനുഭവിക്കേണ്ടത്? അവനോ അതോ അവനെ അങ്ങനെ ആക്കിത്തീർത്ത സമൂഹമോ? നിങ്ങളുടെ മഹത്തായ വേദങ്ങളിലെ 2-3 വരികൾ കേട്ടതിന് ചെവിയിൽ ഈയമുഴുക്കി ഉരിക്കപ്പെട്ടവരുടെ, അഹങ്കാരികളായ ബ്രാഹ്മണരുടെ വഞ്ചനയിൽ തലമുറകളായി ആജ്ഞതയിൽ കഴിഞ്ഞ ജനവിഭാഗങ്ങളുടെ ശിക്ഷയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരാണ് ഉത്തരവാദി? ആരെയാണ് ശിക്ഷിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സിദ്ധാന്തങ്ങളെല്ലാം സവർണ മാടമ്പിമാരുടെ സൃഷ്ടിയാണ്. പൊതുസമൂഹത്തെ കൊള്ളയടിച്ച് അവർ നേടിയ ധനവും അധികാരവും മേൽക്കോയ്മയും മറ്റും ന്യായീകരിക്കാനായി അവർ കണ്ടുപിടിച്ച സിദ്ധാന്തങ്ങൾ. അതെ, അപ്റ്റൻ സിംഗ്ലറുടെ ആണോ തോന്നുന്നു. പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്: നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ധനവും മറ്റു വസ്തുവകകളും കൊള്ളയടിക്കണമെങ്കിൽ ആദ്യം അവനെ അനശ്വരതയിൽ വിശ്വസിപ്പിച്ചാൽ മതി, പിന്നെ അവനെ കൊള്ളയടിക്കാൻ അവൻ തന്നെ നിങ്ങളെ സഹായിക്കുമെന്ന്. മതമേലാളന്മാരുടെയും അധികാരികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ നാട്ടിൽ കൈവിലങ്ങുകളും കൽത്തുറുങ്കുകളും തീർത്തത്. കൂടെ ഇത്തരം സിദ്ധാന്തങ്ങളും. ഒരു മനുഷ്യൻ ഒരു പാതകമോ പാപമോ ചെയ്യുന്ന സമയത്ത് സർവശക്തനായ നിങ്ങളുടെ ദൈവം അവനെ തടയാത്തത് എന്തുകൊണ്ടാണ്? ഒരാൾക്ക് പാപം ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. ലോകത്തുള്ള യുദ്ധക്കൊതിയന്മാരെയോ അല്ലെങ്കിൽ യുദ്ധക്കൊതിയെയോ തന്നെ ഇല്ലാതെയാക്കിയിരുന്നെങ്കിൽ മഹായുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം അതിന് തയ്യാറായില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നില്ല? മുതലാളിമാരെ ഒക്കെ മനുഷ്യ സ്നേഹികളാക്കുവാനും തങ്ങളുടെ സ്വത്തുവകകൾ ദരിദ്രർക്ക് ദാനം ചെയ്യുവാനും
അങ്ങനെ അടിസ്ഥാന വർഗത്തെ മുഴുവൻ സാമ്രാജ്യത്വത്തിന്റെ ഉടുക്ക് മുഷ്ടിയിൽ നിന്ന് മോചിപ്പിക്കാനും നിങ്ങളുടെ ദൈവം വിചാരിച്ചത് സാധിക്കില്ലേ? സോഷ്യലിസത്തിന്റെ പ്രായോഗിക ന്യൂനതകളെ പറ്റി നിങ്ങൾ സംശയം പ്രകടിപ്പിക്കാറുണ്ടല്ലോ. എങ്കിൽ നിങ്ങളുടെ സർവശക്തൻ ആ ന്യൂനതകൾ പരിഹരിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. പൊതുജനക്ഷേമത്തിൽ സോഷ്യലിസത്തിന്റെ സാധ്യതയെപ്പറ്റി ആർക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല. പ്രായോഗികമല്ല എന്ന വാദമാണ് സോഷ്യലിസത്തിന്റെ ശക്തരായ എതിരാളികൾ പോലും ഉയർത്തുന്നത്. സർവശക്തനായ ദൈവം വിചാരിച്ചാൽ ഇതിനൊരു ക്രമവും വ്യവസ്ഥയും ഉണ്ടാക്കാമല്ലോ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടല്ല, മറിച്ച് അധികാരം അവരുടെ കയ്യിലായതുകൊണ്ടും നമ്മൾ അവരെ എതിർക്കാൻ ധൈര്യപ്പെടാത്തത് കൊണ്ടുമാണ്. ഇന്ത്യ പിടിച്ചടക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ദൈവമല്ല, പീരങ്കിയും തോക്കും ബോംബും പോലീസും പട്ടാളവും മറ്റുമാണ്. നമ്മുടെ നാടിനെ മുച്ചൂടും ചൂഷണം ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിന് മേൽ നടത്താവുന്ന ഏറ്റവും വഷളായ പാപകർമ്മം അവർ നടത്തുന്നതോ നമ്മുടെ നിഷ്ക്രിയത്വം കാരണവും. ഇവിടെ ഈ കൊടിയ പാതകം നടക്കുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ഈ കഷ്ടതകളെല്ലാം കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരു നീറോ ചക്രവർത്തിയാണോ അയാൾ? അങ്ങനെ ഒരു ദൈവം ഇല്ലാണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും ഉത്ഭവത്തെപ്പറ്റി നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുമോ? എനിക്ക് ഉത്തരമുണ്ട്. ചാൾസ് ഡാർവിൻ ഈ വിഷയം കൈകാര്യം ചെയ്ത ആളാണ്. പോയി അദ്ദേഹത്തെ പഠിക്കൂ. അല്ലെങ്കിൽ സോഹം സ്വാമിയുടെ കോമൺ സെൻസ് എന്ന പുസ്തകം വായിക്കൂ. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധി വരെ ഒക്കെ ഉത്തരം കിട്ടും. ഇതെല്ലാം സ്വാഭാവിക പ്രതിഭാസങ്ങളാണ്. ഒരു നെബുലയിലെ പൊടിപടലങ്ങൾ അടിഞ്ഞു രൂപം കൊണ്ടതാണ് ഈ ഭൂമി. ഇത് എപ്പോഴായിരുന്നു എന്നറിയാൻ ചരിത്രം പഠിക്കണം. മനുഷ്യൻ അടക്കമുള്ള ജീവജാലങ്ങളെല്ലാം ഇത്തരം സ്വാഭാവിക പരിണാമത്തിന്റെ ബാക്കിപത്രമാണ്. ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം ഇത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യവംശത്തിന് പിന്നീടുണ്ടായ പുരോഗതിയെല്ലാം പ്രകൃതിയുമായി പോരടിച്ചും പ്രകൃതിയെ കീഴ്പ്പെടുത്തിയും നേടിയെടുത്തതാണ്. ഇത് ഈ വിഷയത്തിൽ നൽകാവുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു വിശദീകരണമാണ്. മുൻജന്മ പാപങ്ങൾ കാരണമല്ലെങ്കിൽ പിന്നെ ഒരു കുട്ടി മുടന്തനായോ അന്ധനായോ ജനിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ജീവശാസ്ത്രം പഠിക്കുന്നവർ ഇതിനെല്ലാം കൃത്യമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മാതാപിതാക്കന്മാരുടെ ബോധപൂർവമോ അല്ലാത്തതോ ആയ അശ്രദ്ധയാണ് മിക്ക സാഹചര്യങ്ങളിലും ഗുണാവസ്ഥയിലുള്ള കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ഇനി നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വളരെ ബാലിശമാണെങ്കിലും ദൈവം ഇല്ലെങ്കിൽ പിന്നെ ആളുകൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്നായിരിക്കും. എനിക്ക് വളരെ കൃത്യമായ ഉത്തരമുണ്ട്. ഭൂതങ്ങളിലും പ്രേതങ്ങളിലും ഒക്കെ എങ്ങനെയാണോ മനുഷ്യൻ വിശ്വസിച്ചത് അതുപോലെ തന്നെയാണ് അവൻ ദൈവത്തിലും വിശ്വസിച്ചത്. ദൈവം ഒരു ആഗോള പ്രതിഭാസം ആവുകയും തത്വചിന്താപരമായ മാനം കൈവരിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ ചില തീവ്രവാദികൾ കരുതുന്നത് പോലെ പൊതുസമൂഹത്തെ തങ്ങളുടെ ഇരുമ്പ് മുഷ്ടിക്കുള്ളിൽ അടക്കി നിർത്താൻ ബുദ്ധിമാന്മാരായ ചൂഷകവർഗം ചമച്ച കെട്ടുകഥയാണ് ദൈവവും ദൈവദത്തമായ തങ്ങളുടെ അധികാരങ്ങളും എന്ന കാഴ്ചപ്പാടിനോട് ഞാൻ യോജിക്കുന്നില്ല. അതേസമയം തന്നെ എല്ലാ മതങ്ങളും മതസിദ്ധാന്തങ്ങളും ചൂഷകരായ അധികാരിവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവയാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ലതാൻ. രാജാവിനെ എതിർക്കുന്നത് എല്ലാ മതങ്ങളിലും ഒരു പാപകർമ്മമാണ്. ദൈവത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ കുറവുകളെ പറ്റിയും ബലഹീനതകളെ പറ്റിയും ബോധവാനായ മനുഷ്യൻ ജീവിതത്തിലെ പരീക്ഷണഘട്ടങ്ങളെ അതിജീവിക്കാനും അപകടങ്ങളെ ധൈര്യത്തോടുകൂടി നേരിടാനും സമൃദ്ധിയിലും സന്തോഷത്തിലും സ്വയം മറക്കാതിരിക്കാനുമായി കണ്ടെത്തിയ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ദൈവം. പിതൃതുല്യനായ വാത്സല്യവും കഠിനമായ നിയമങ്ങളോടും കൂടിയ ദൈവസങ്കല്പം അങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടു. ദൈവത്തിന്റെ നിയമങ്ങൾ മനുഷ്യനെ സമൂഹത്തിന് അപകടം വരുത്തി വെക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിലക്കുന്ന ഒരു പ്രതിരോധമായിരുന്നു. പിതാവായും മാതാവായും സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ സുഹൃത്തുവായും സ്നേഹത്തിന്റെ പ്രതീകമായും ദൈവം അവരോധിക്കപ്പെട്ടു. എത്ര കഷ്ടതരമായ ചുറ്റുപാടുകളിൽ അകപ്പെട്ടാലും അനാഥമാക്കപ്പെട്ടാലും സർവശക്തനായ ഒരു സുഹൃത്ത് എന്നും തൻ്റെ സഹായത്തിനുണ്ട് എന്ന് ആശ്വസിക്കുവാൻ മനുഷ്യന് അങ്ങനെ സാധിച്ചു. ആദ്യകാലങ്ങളിൽ ഇത് സമൂഹത്തിന് വളരെ ഗുണം ചെയ്തിട്ടുണ്ടാകാം. കഷ്ടപ്പെടുന്ന മനുഷ്യന് ദൈവം എന്ന ആശയം തീർച്ചയായും ഒരു ആശ്വാസമാണ്. എന്നാൽ വിഗ്രഹാരാധന അടക്കമുള്ള സങ്കുചിത മത കാഴ്ചപ്പാടുകളെ ഇന്ന് നമ്മുടെ സമൂഹം പുറന്തള്ളേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിവർന്നു നിന്ന് യാഥാർത്ഥ്യങ്ങളെ നേരിടണമെങ്കിൽ മനുഷ്യൻ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞു ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ആത്മധൈര്യത്തോടു കൂടി നേരിടാൻ ശീലിക്കണം. ഞാൻ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഹങ്കാരമോ സുഹൃത്തുക്കളോ അല്ല, മറിച്ച് എൻ്റെ ചിന്താഗതിയും വിചാരങ്ങളുമാണ് എന്നെ ഒരു നിരീശ്വരവാദിയാക്കി മാറ്റിയത്. ദൈവവിശ്വാസവും പ്രാർത്ഥനകളും എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്വാർത്ഥവും അധമവുമായ കാര്യമായിട്ടാണ് ഞാൻ അവയെ നോക്കിക്കാണുന്നത്. അവിശ്വാസികൾ പ്രതിസന്ധികളെ ധീരമായി നേരിടുന്നതിനെ പറ്റി ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്.
കഴിമരത്തിൽ ഏറുമ്പോഴും അത് ഉയർത്തിപ്പിടിച്ച ശിരസ്സോടെ ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഞാൻ അതിൽ വിജയിക്കുമോ എന്ന് കാലം തെളിയിക്കും. ഒരു സുഹൃത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാന നാളുകളിൽ നീ വിശ്വസിക്കാൻ തുടങ്ങും എന്നാണ് അയാൾ പറഞ്ഞത്. അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ മറുപടിയും നൽകി. അങ്ങനെ സംഭവിച്ചാൽ അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അപജയമായിരിക്കും. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് അഹങ്കാരമാണോ? ആണെങ്കിൽ ഞാനൊരു അഹങ്കാരിയാണ്.